2 വർഷമായി തുടരുന്ന മണിപ്പൂരിലെ സംഘർഷത്തിന് അന്ത്യം കുറിക്കാനുള്ള ചർച്ചകൾക്ക് ഗ്രീൻ സിഗ്നൽ. കേന്ദ്ര മധ്യസ്ഥതയിൽ കുക്കി സോ വിഭാഗ പ്രതിനിധികളുമായി നടത്തിയ സമവായ ചർച്ചയിൽ പ്രാഥമിക ധാരണയായി. അടുത്തഘട്ട ചർച്ചയിൽ കരാർ ഒപ്പിടാൻ സാധ്യത. മണിപ്പൂരിൽ മെയ്തേയ് വിഭാഗങ്ങളുടെ സ്വാധീന മേഖലയിലുള്ള 14 കുക്കി ക്യാമ്പുകളിൽ 7 എണ്ണം അടച്ചുപൂട്ടാൻ ചർച്ചയിൽ കുക്കി പ്രതിനിധികൾ സമ്മതിച്ചതാണ് ഏറ്റവും നിർണായകം. ഇത് പല മേഖലയിലെയും സംഘർഷ സാധ്യത ഇല്ലാതാക്കിയേക്കും. യുണൈറ്റഡ് പീപ്പിൾസ് ഫ്രണ്ട്, കുക്കി നാഷണൽ ഓർഗനൈസേഷൻ എന്നിവയുടെ 25 വിമത ഗ്രൂപ്പുകളെ ഉൾക്കൊള്ളുന്ന വിഭാഗത്തിലുള്ള 2200 കേഡർമാർ മണിപ്പൂരിലെ 14 ക്യാമ്പുകളിൽ താമസിക്കുന്നുണ്ട്. ദേശീയപാത തടസ്സപ്പെടുത്താതിരിക്കാനും കുക്കി ഗ്രൂപ്പുകളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. മണിപ്പൂർ, നാഗാലാൻഡ്, അസം ദേശീയപാത പൂർണ്ണമായും തുറക്കുന്നതോടെ മണിപ്പൂർ നാഗാലാൻഡ് മേഖലയിലെ ചരക്ക് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടും. ഇത് ജനജീവിതം സാധാരണ നിലയിലാക്കും. കാലങ്ങളായുള്ള സംഘർഷങ്ങളിൽ കൊള്ളയടിക്കപ്പെട്ട പോലീസ് ആയുധങ്ങൾ വീണ്ടെടുക്കാൻ സഹകരിക്കാനും സർക്കാർ കുക്കികളോട് ആവശ്യപ്പെട്ടു. 15 ദിവസത്തിന് ശേഷം നടക്കുന്ന ചർച്ചയിൽ ഈ ആവശ്യങ്ങളിൽ അന്തിമ തീരുമാനമാകും. എന്നാൽ പുതുക്കിയ കരാറിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. പഴയ വ്യവസ്ഥകൾ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പുനരാലോചിക്കണമെന്നാണ് കുക്കി പ്രതിനിധികളുടെ ആവശ്യം. 2023-ൽ മെയ്തേയ് വിഭാഗത്തെ പ്രത്യേക സംവരണ വിഭാഗമാക്കാനുള്ള ബിരേൻ സർക്കാരിന്റെ നീക്കമാണ് കലാപം സൃഷ്ടിച്ചത്. മലമുകളിലെ സ്വാധീന ജില്ലകളെ സ്വതന്ത്ര പ്രദേശമായി പ്രഖ്യാപിച്ച സ്വയംഭരണ കൗൺസിൽ വേണമെന്നാണ് കുക്കികളുടെ കാലങ്ങളായുള്ള ആവശ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.